ഈ തിരുക്കർമ്മത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. മാർപ്പാപ്പയെ ഫ്രാൻസിസ് പാപ്പയെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചു. വിടവാങ്ങലിൻ്റെ പ്രാർത്ഥനകളും നടന്നു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഈ മൃതശരീരം വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് ആയിരിക്കും. കഴിഞ്ഞ 12 വർഷത്തെ ശുശ്രൂഷയുടെ അവസാനം ആണ്. ഇവിടെ നിന്ന് ഈ കുറച്ച് കഴിഞ്ഞിട്ട് ഈ മൃതദേഹം, അദ്ദേഹത്തിൻ്റെ പാപ്പായുടെ മൃതദേഹം മേരി മേജർ എന്ന് പറയുന്ന ബസിലിക്കയിലേക്ക് കൊണ്ടുപോകും. മേരി മേജർ എന്ന് പറയുന്ന ബസിലിക്ക എന്ന് പറയുമ്പോൾ റോം 4 ബസിലിക്കകളാണ് ഉള്ളത്, മേജർ ബസിലിക്കകൾ. ഒന്നാമത്തേത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്ക. രണ്ടാമത്തേത് ജോൺ ലാറ്ററൻ ബസിലിക്ക, അത് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ്റെയും അതുപോലെ തന്നെ യോഹന്നാൻ സുവിശേഷകൻ്റെയും 4-ാം സുവിശേഷത്തിൻ്റെ ഗ്രന്ഥകർത്താവിൻ്റെയും പേരിലുള്ളതാണ്. 2 ജോൺമാരുടെയും യോഹന്നാന്മാരുടെയും പേരിലുള്ള അത് ബസിലിക്ക. ആ ബസിലിക്കയാണ് യഥാർത്ഥത്തിൽ റോമാ രൂപതയുടെ കത്തീഡ്രൽ എന്ന് പറയുന്നത്. അവിടെയാണ് 1903 ഒരു പാപ്പായെ സംസ്കരിച്ചിരിക്കുന്നത്. ലയോ 13 എന്ന് പറയുന്ന പാപ്പ 1878 മുതൽ 1903 വരെ സഭയെ ഭരിച്ച പാപ്പയായിരുന്നു ലയോ 13. അദ്ദേഹത്തിൻ്റെയും ശവസംസ്കാരം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു പാപ്പയെ ഈ വത്തിക്കാനിൽ നിന്ന് പുറത്ത് സംസ്കരിച്ചിട്ടുള്ളത് 1903 ഈ ലയോ 13 പാപ്പായാണ്. അതിനുശേഷം മൂന്നാമത്തേത് മേരി മേജർ ബസിലിക്ക, പരിശുദ്ധ മറിയത്തിൻ്റെ പേരിലുള്ള പ്രധാനപ്പെട്ട ബസിലിക്ക. 4ാമത്തേത് സെൻറ്റ് പോൾ ഔട്ട്സൈഡ് ദ വാൾ, പഴയ റോമാ പട്ടണത്തിൻ്റെ മതിലുകൾക്ക് പുറത്ത്, പട്ടണത്തിന് പുറത്തുള്ള ബസിലിക്കയാണ് വിശുദ്ധ പൗലോസിൻ്റെ നാമത്തിലുള്ള ബസിലിക്ക. ഇന്ന് ഇവിടെ നിന്ന് ഈ മൃതശരീരം നമ്മൾ ഇവിടെ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് മറിയത്തിൻ്റെ ഈ വിശുദ്ധ ബസിലിക്കയിലേക്ക് കൊണ്ടുപോകും. ഏതാണ്ട് 4 കിലോമീറ്റർ ദൂരം ഉണ്ട് ഇവിടുന്ന് അവിടേക്ക് എത്താനായിട്ട്. റോമയുടെ പ്രധാനപ്പെട്ട വഴികളിലൂടെ ഈ മൃതദേഹം കടന്നു പോകും. അതോടൊപ്പം തന്നെ ലാറ്ററൻ ബസിലിക്കയും അതുപോലെ തന്നെ മേരി മേജർ ബസിലിക്കയും തമ്മിൽ യോജിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മളിവിടെ കണ്ട ചടങ്ങുകൾ കഴിഞ്ഞു. ഇനി ഈ പേടകം, ഭൗതിക ശരീരദേഹം വഹിച്ചുള്ള ആ പേടകം 4 കിലോമീറ്റർ അപ്പുറത്തുള്ള സാന്താ മേരി മേജർ ബസിലിക്കയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അവിടെ അതിനുശേഷം മറ്റു ചടങ്ങുകൾ എന്താണ് അവിടെ ശേഷിക്കുന്നത്? ചടങ്ങുകൾ കാര്യമായിട്ട് രഹസ്യാത്മക ചടങ്ങുകളാണെന്നാണ് പറയുന്നത്. ചെറിയൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ ഈ പേടകം അവിടെ അടക്കം ചെയ്യുന്ന ചടങ്ങാണ്. അതിനുശേഷം അവിടെ പ്രാർത്ഥനകൾ, സ്വകാര്യ തരത്തിലുള്ള പ്രാർത്ഥനകൾ, ജപമാല പ്രാർത്ഥന രാത്രി മുഴുവൻ തുടരും എന്നാണ് പറയുന്നത്. ജപമാല പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ബസിലിക്ക അടയ്ക്കും. അതിനുശേഷം നാളെ രാവിലെ മുതൽ എല്ലാവർക്കും ആ ഖബറിടം സന്ദർശിക്കാനുള്ള അനുവാദം പൊതുജനത്തിനായിട്ട് തുറന്നു കൊടുക്കും, അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ അത് പേടകം വഹിക്കാനുള്ള ആളുകൾ അതിൻ്റെ അടുക്കേക്ക് വന്നു കഴിഞ്ഞു. അവരത് കൊണ്ടുപോയി അവിടെ സമർപ്പിക്കും. അവിടെ ഈ മേരി മേജർ ഇവരെടുത്തു കഴിഞ്ഞു. ഇതിപ്പോൾ ആ പേടകം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. മേരി മേജർ ബസിലിക്കയിലുള്ളത് മറിയത്തിൻ്റെ സാലുസ് പോപ്പുളി റൊമാനു, റോമൻ ജനതയുടെ സംരക്ഷക, അല്ലെങ്കിൽ റോമൻ ജനതയുടെ ആരോഗ്യം, അല്ലെങ്കിൽ റോമൻ ജനതയുടെ രക്ഷ എന്നാണ് ഈ ഫ്രൈസിൻ്റെ അർത്ഥം. സാലുസ് പോപ്പുളി റൊമാൻ. ഇവിടെ നിന്നാണ് ഫ്രാൻസിസ് പാപ്പ എവിടെയെങ്കിലും അപ്പസ്തോലിക സന്ദർശനത്തിന് പോകുന്നതിന് മുമ്പായിട്ട് മറിയത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് അവളുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം തിരിച്ചു വരുമ്പോഴും ഈ ദേവാലയത്തിൽ വന്ന് മറിയത്തിൻ്റെ ചിത്രത്തിൻ്റെ മുമ്പിൽ വണങ്ങി, അതൊരു ഐക്കണിൻ്റെ മുമ്പിൽ വണങ്ങുമായിരുന്നു. 6-ാം നൂറ്റാണ്ടിൽ നിന്നുള്ള ഐക്കൺ ആണത്. അവിടെ മറിയം ഉണ്ണിയേശുവുമായിട്ട് ഇരിക്കുന്നു. ഉണ്ണിയേശു ഒരു പുസ്തകം കയ്യിൽ പിടിച്ചിരിക്കുകയും ചെയ്യുന്നു. ആ രീതിയിലാണ് ആ ചിത്രമുള്ളത്. എണ്ണച്ചായ ചിത്രമാണ്. അവളുടെ പക്കലേക്കാണ് ഫ്രാൻസിസ് പാപ്പ പോകുന്നത്. മറിയത്തിൻ്റെ മടിയിൽ ഉറങ്ങാനായിട്ട് ഫ്രാൻസിസ് പാപ്പ പോവുകയായിരുന്നു. ഈ കഴിഞ്ഞ 12 വർഷം തുറവിയുടെ വർഷങ്ങളായിരുന്നു. സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയും സഭ
തുറന്നു കൊടുക്കണമെന്നുള്ള ചിന്ത ശക്തമായിട്ട് ഉന്നയിച്ച ഫ്രാൻസിസ് പാപ്പായാണ് ഇത്. കാരണം ഈ വത്തിക്കാനിൽ ഉള്ള മേൽത്തട്ടിലിരിക്കുന്നവരെല്ലാവരും തന്നെ പുരുഷന്മാരാണ്, കർദിനാളന്മാരും മെത്രാന്മാരും എല്ലാവരും. പക്ഷേ അവർക്ക് മാത്രമല്ല, അവിടെയുള്ള ഡിക്കസ്ട്രികൾ, അതായത് മന്ത്രാലയങ്ങളുടെ തലവരായിട്ട് ഈ സ്ത്രീകൾക്കും വന്നു ചേരാം എന്നുള്ള ഒരു കാര്യം കൂടി ഫ്രാൻസിസ് പാപ്പ ഒരുപക്ഷെ തൻ്റെ മറിയത്തോടുള്ള ഭക്തിയുടെ ഭാഗമായിട്ടും ദൈവശാസ്ത്രപരമായിട്ട് തുറവി ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയതായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം റിലീജിയസിന് വേണ്ടിയുള്ള, അതായത് കന്യാസ്ത്രീകൾക്ക് സമർപ്പിതർക്ക് വേണ്ടി, സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന സമർപ്പിതർക്ക് വേണ്ടിയുള്ള ഡിക്കസ്ട്രിയുടെ അല്ലെങ്കിൽ സേക്രഡ് കോൺഗ്രിഗേഷൻ എന്ന് നേരത്തെ വിളിച്ചിരുന്നത്, അതിന് ഡിക്കസ്ട്രി എന്ന പേര് മാറ്റി ഫ്രാൻസിസ് പാപ്പ എല്ലാ സേക്രഡ് കോൺഗ്രിഗേഷൻസിനെയും പേര് മാറ്റി ഡിക്കസ്ട്രി എന്നാക്കി, മന്ത്രാലയം എന്നാക്കി. ആ മന്ത്രാലയത്തിൻ്റെ പ്രീഫെക്റ്റായിട്ട്, തലവയായിട്ട് സിമോണ ബ്രംബില്ല എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയെ നിയമിക്കുകയുണ്ടായി. അവളുടെ കീഴിൽ, പ്രീഫെക്റ്റിൻ്റെ കീഴിലാണ് ഒരു മെത്രാൻ സെക്രട്ടറി ആയിട്ട് ഉള്ളത്. അപ്പോൾ എത്രമാത്രം ഈ സ്ത്രീകൾക്ക് വേണ്ടി ഇത് ഒരു തുറവി ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ തൻ്റെ 12 വർഷത്തെ ഈ പരമാചാരി ശുശ്രൂഷ വഴിയായി ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു വ്യക്തമായ സൂചനയാണിത്. ഇന്നലെ ഇവിടെ നിന്ന് പോയ നമ്മുടെ ഭാരതത്തിൽ നിന്ന് പോയ സംഘം പാപ്പായെ ആദരാഞ്ജലികൾ അർപ്പിച്ച കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു കന്യാസ്ത്രീയും ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ പത്രങ്ങളിൽ കണ്ടു കാണുമായിരിക്കും. CTC സഭയുടെ മദർ ജനറലായിട്ടുള്ള സിസ്റ്റർ ഷഹീല ആൻ്റണി. അതും വളരെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുകയുണ്ടായി. സ്ത്രീകളെ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമാണ്. നമ്മുടെ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു ആ ഗ്രൂപ്പിലുണ്ടായിരുന്നുവല്ലോ. എല്ലാവർക്കും തുറവിയോടുകൂടി മനുഷ്യരെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, മനുഷ്യരുടെ ആഭിമുഖ്യങ്ങൾ എന്താണെന്നുള്ള വ്യത്യാസമില്ലാതെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന പാപ്പ ഇപ്പോൾ ഇതിനു ശേഷം, ഈ തിരുക്കർമ്മത്തിന് ശേഷം മറിയത്തിൻ്റെ മടിയിലേക്ക് ഫ്രാൻസിസ് പാപ്പ ഉറങ്ങാനായിട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് നമ്മൾ വിട പറയുകയാണ്. അത് ഈ തിരുക്കർമ്മത്തിൻ്റെ അവസാനം ഈ പേടകം വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിലേക്ക്, മഹാദേവാലയത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു.